പയർ കൃഷി ചെയ്യുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ആണ്. ആദ്യത്തെ മണ്ടത്തരമാണ് ഈ പയർ വിത്ത് തിരഞ്ഞെടുക്കൽ. വിത്ത് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ ചെയ്യുന്ന രീതിയിൽ വിത്ത് ഈ മുളി എന്നാണ് ഇതിന് പറയുന്നത്. ഈ മുളി നമ്മളെടുത്ത് കിഴികെട്ടി ഈ പഴയ അടുപ്പുകല്ലിൻ്റെയൊക്കെ വിറക് കത്തിക്കുന്ന അടുപ്പുകല്ലിൻ്റെയൊക്കെ മുകളിൽ കെട്ടി തൂക്കിയിടാറുണ്ട്. എൻ്റെ ഓർമ്മയുള്ള കാലത്ത് അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഒരു കേടും പറ്റാറില്ല. പുഴുക്കൾ കൂറുമ്പോൾ കീടങ്ങളൊന്നും വന്ന് വിത്ത് തുളച്ച് നശിപ്പിക്കാറില്ല. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ അടുപ്പും പോലും ഇല്ല പല വീടുകളിലും. ഗ്യാസ് അടുപ്പാണ്. എന്ന് തന്നെയല്ല, ഇപ്പോൾ വിത്ത് വാങ്ങിക്കുന്നതിന് ഇപ്പോൾ ഏത് കടയിൽ ചെന്നാലും ഏത് റോഡ് സൈഡിൽ ചെന്നാലും അവിടെയൊക്കെ വിത്ത് വെച്ചുകൊണ്ടിരിപ്പുണ്ട് ആൾക്കാർ. ഒന്നും കിട്ടാതെ വരുമ്പോൾ ആ വിത്ത് വാങ്ങി കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അധികവും. അപ്പം അങ്ങനെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയം, വിലപ്പെട്ട സമയം പോകുന്നു. അതുപോലെ ജൈവ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ രാസവളം മേടിച്ച് കാശും പോകില്ല. മറ്റ് നമ്മുടെ അധ്വാനങ്ങളും മറ്റ് വളങ്ങളും ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങളും ഇതെല്ലാം വേസ്റ്റാകുന്നു. 2-3 മാസം നമ്മൾ അതിൻ്റെ പിറകെ മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് നടക്കുന്നു. ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. വിശ്വാസയോഗ്യമായ സ്ഥലത്തുനിന്ന് വാങ്ങിക്കുക. അല്ലെങ്കിൽ ഈ സർക്കാർ ഫാമിൽ നിന്നോ പ്രൈവറ്റ് നഴ്സറികളിൽ തന്നെ വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും, നല്ല വിത്തുകൾ കിട്ടും. അത് വാങ്ങിക്കുക. അതും അതിൻ്റെ കവറിൽ നോക്കണം, എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് നോക്കണം, എന്നിട്ടേ വാങ്ങിക്കാവൂ. ഇത് ഞാൻ കഴിഞ്ഞ തവണ കൃഷി ചെയ്ത കുറ്റിപ്പയറാണ്. ആ കുറ്റിപ്പയർ കുറച്ചൊക്കെ ഞങ്ങളെടുത്തു. കൂടുതലും ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്കത് കൊടുത്ത് കാശ് വാങ്ങിക്കാമായിരുന്നു. എന്നാൽ എൻ്റെ ഒരു മോഹം കുറേ വിത്തുകൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ ആ വിത്തുകളൊക്കെ ശേഖരിച്ച് വെച്ചു. ഇതിൽ നല്ല മുഴുത്ത ആരോഗ്യമുള്ള വിത്തുകൾ എടുത്തിട്ട് ബാക്കി കറി വയ്ക്കാനോ വല്ലതിനും എടുക്കാം. അപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ കുറ്റിപ്പയറാണ്. അതുകൊണ്ട് ഇത്രയും നീളമേ ഉണ്ടാവുള്ളൂ കുറ്റിപ്പയറിന്. അതിനാണ് ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ ഈ 18 മണിയൻ ഉണ്ട്, മീറ്റർ പയറുണ്ട്, പിന്നെ പാമ്പാടി പയറുണ്ട്, ഇങ്ങനെ പല പയറുകളുണ്ട്. പക്ഷേ അതൊക്കെ ഒരുപാട് ഉണ്ടാകുമെങ്കിലും ഈ ടേസ്റ്റ് ഇതിനെ വെല്ലാൻ വേറെ ഒരു പയറിനുമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ കുറ്റിപ്പയറാണ്. കുറ്റിപ്പയർ ഒരുപാടുണ്ടാകും. പിന്നെ അതിന് നിറയെ ഇലയും കിട്ടും. ഈ വള്ളിപ്പയറിന് അങ്ങനെ ഇലയില്ല. ഇത് നമ്മുടെ ഇലയുടെ ഉപയോഗം നടക്കും. ഇലയെന്ന് പറഞ്ഞാൽ നിറയെ നൈട്രജൻ അല്ലേ. ഇലക്കറികൾ നമ്മൾ കഴിക്കണ്ടേ, ഫൈബറും ധാരാളം ഉള്ളതല്ലേ. അപ്പോൾ നിറയെ ഇല കിട്ടും. നമുക്ക് മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഇലക്കറി ഉപയോഗിക്കാൻ പറ്റും കുറ്റിപ്പയറാണെങ്കിൽ. മറ്റു പയറുകൾക്ക് അത് സാധ്യമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിത്ത് മുളപ്പിക്കുന്നത് ഒരു പ്രത്യേകത ഇതാണ്. നമ്മൾ വെറുതെ വിത്ത് ഗ്രോ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ മുളയ്ക്കാൻ ഒരുപാട് താമസം വരും. ആ മുളയ്ക്കാൻ താമസം വരുമ്പോൾ തന്നെ അത് മറ്റ് കീടങ്ങളൊക്കെ കുത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും നല്ലത് നമ്മൾ മുളപ്പിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ 2 കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. വിത്ത് തിരഞ്ഞെടുക്കുന്നതും അതുപോലെ അത് മുളപ്പിച്ച് നടുന്നതും ആയ രീതിയാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് മുളപ്പിക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പയർ നന്നായിട്ട് വളരും. അതിൻ്റെ തുടക്കം വിത്ത് മുളച്ച് വരുന്ന ആ സ്റ്റേജിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ മുലപ്പാൽ കിട്ടുന്നില്ലേ ജനിച്ച് വളർന്ന ഉടനെ. അപ്പോൾ അതിൻ്റെ ആരോഗ്യം അതാണ്. വലുതാകുമ്പോഴും അതുങ്ങൾക്ക് അസുഖങ്ങൾ ഇല്ലാതെ കുട്ടികൾ വളരുന്നതിൻ്റെ മെയിൻ കാരണം ഈ മുലപ്പാലാണ്. അതുപോലെ തന്നെയാണ് ചെടികൾക്കും. മിക്കവാറും മനുഷ്യജീവിതമൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പച്ചക്കറികളും മരങ്ങളും മറ്റ് ചെടികളും ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ തന്നെ അതിന് നല്ല ശക്തി കിട്ടണം. ആ ശക്തി കിട്ടുമ്പോഴാണ് പ്രതിരോധശേഷി ഉണ്ടാകുന്നത് ചെടിക്ക്. അങ്ങനെ പ്രതിരോധശേഷി ഉണ്ടാകുമ്പോൾ തന്നെ മറ്റ് കീടബാധകൾ ചാഴിയോ മുഞ്ഞയോ അല്ലെങ്കിൽ ഉറുമ്പുകളോ ഇതൊന്നും വരാൻ മടിക്കും. വന്നു കഴിഞ്ഞാൽ തന്നെ ചെടി അത് ചെറുക്കും. അപ്പോൾ ആരോഗ്യമില്ലാത്ത ചെടിയാണെങ്കിൽ അതോടുകൂടി അത് തീർന്നു, അതിൻ്റെ പണി തീർന്നു. അപ്പോൾ ഞാൻ ആദ്യം വിത്ത് മുളപ്പിക്കുന്ന സംഗതി ഒന്ന് കാണിച്ചു തരാം. ഇത് നേർപ്പിച്ച കഞ്ഞിവെള്ളമാണ്. എത്ര കഞ്ഞിവെള്ളം എടുക്കുന്നു അത്രയും പച്ചവെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നടുന്നില്ല, അതുകൊണ്ട് വിത്ത് പൊട്ടിച്ച് ഞാൻ വേസ്റ്റാക്കുന്നില്ല. അതെങ്ങനെയാണെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വിത്ത് എടുത്തിട്ട്
ഈ ഡൈല്യൂട്ട് ചെയ്ത കഞ്ഞിവെള്ളത്തിലേക്ക് ഇടുക. 1 മണിക്കൂർ ഇതിനകത്ത് കിടക്കണം. ഇത് കഞ്ഞിവെള്ളത്തിന് പകരം ഞാൻ സൂഡോമോണസും ചെയ്യാറുണ്ട്. സൂഡോമോണസിൽ അതിനാണെങ്കിൽ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് എടുക്കേണ്ടത് 20 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഒരു 100 ml വെള്ളം എടുത്താൽ മതി. അപ്പോൾ 20 മില്ലിഗ്രാം എടുത്താൽ മതി, 20 ഗ്രാം എടുക്കണ്ട. അപ്പോൾ അത്രയും ചെയ്തിട്ട് അതിലേക്ക് വിത്തിടുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് തുണിയിൽ കെട്ടി വയ്ക്കണം. തുണിയിൽ കെട്ടി വച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ മുളച്ചിട്ടുണ്ടാവും. അത് നട്ട് കഴിഞ്ഞാൽ മാത്രം മതി, മറ്റൊന്നും ചെയ്യണ്ട. നന്നായിട്ട് അത് മുളച്ച് ആരോഗ്യത്തോടെ നല്ല ഇലകളായിട്ട് വരും. തുടക്കം ഇങ്ങനെയാണെങ്കിൽ കൃഷി മുന്നോട്ട് പോകാം, നല്ല വിളവും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് താഴെ ഓൾ ഓപ്പൺ ഇത് വരുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇത് ചെയ്യാത്തവരായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അവരും ഈ രീതി പിന്തുടരട്ടെ. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.